ഈ വരുന്ന ഏപ്രിൽ 6-ാം തീയതി കേരള നിയമസഭയിലേക്ക് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ നിന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശ്രീമതി ശോഭാ സുരേന്ദ്രനെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അധ്യക്ഷത വഹിക്കുന്ന ബിജെപിയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ RS രാജീവ്, വേദിയിൽ സന്നിഹിതയായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, മറ്റ് നേതാക്കളായിട്ടുള്ള ബിജെപിയുടെ മേഖലാ ജനറൽ സെക്രട്ടറി ശ്രീ ചെമ്പടന്തി ഉദയൻ, കാമരാജ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുദേവ്, കാമരാജ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കാര്യവട്ടം സജിത്ത്, BDJS നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ വിജയൻ കൈലാസ്, പാർട്ടിയുടെ ബിജെപിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ സജിത്ത് ചെറുവക്കൽ ജയൻ, ശ്രീകണ്ഠൻ, ശ്രീ സണ്ണി, എല്ലാവരും പറഞ്ഞില്ലേ? സ്ഥാനാർത്ഥി ആദ്യമേ പറഞ്ഞു. വേദിയിലല്ലെങ്കിലും സദസ്സിലിരിക്കുന്ന എനിക്ക് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന നൂറുകണക്കിന് ആളുകൾ എൻ്റെ മുന്നിലുണ്ട്. ഞാൻ അവരുടെ എല്ലാവരുടെയും പേര് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രസംഗത്തിൻ്റെ പകുതി സമയം അതിൽ പോകും. അതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകരെ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ കഴക്കൂട്ടത്ത് ഈ കൺവെൻഷനിൽ വരുമ്പോൾ ഇവിടെ മാധ്യമ പടയാണ്. കാരണം ഈ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും വീണ് കിട്ടുമോ എന്ന് നോക്കുകയാണ്. പ്രചരണങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? മുരളീധരന്റെ തട്ടകത്തിൽ ഇതാ അംഗം ജയിച്ചു വരുന്നു എന്നാണ്. ഇവിടെ ഞങ്ങളിവിടെ മല്ലയുദ്ധമൊന്നും മാധ്യമങ്ങൾ വരുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് മത്സരിക്കുന്ന ഭാരതീയ ആകർഷിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാക്കുന്നതിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വഹിച്ചിട്ടുള്ള പങ്കിന് ഞാൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. കഴക്കൂട്ടമടക്കം കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ട പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ബാക്കിയുള്ളവർ തമ്മിൽ നടക്കുന്ന മത്സരം സൗഹൃദ മത്സരമാണ്. കാരണം അന്വേഷിച്ചിട്ട് ദൂരെയൊന്നും പോണ്ട. നമ്മളൊന്ന് ധർമ്മടത്ത് കൂടി പോയി നോക്കുക. ധർമ്മടത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി മത്സരിക്കുന്നു. നിയമ ഭാരതീയ ജനതാ പാർട്ടി രാജശേഖരൻ മത്സരിക്കുന്നു. കോൺഗ്രസ് പറഞ്ഞെന്താ? ഞങ്ങൾ നേമത്ത് കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥി ഇറക്കും. ലോക്സഭാംഗമായിട്ടുള്ള ഒരാളെ
ഒരാളെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. അയാളെ അവിടുന്ന് രാജിവെപ്പിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകേണ്ടി വരുമെന്ന് കോൺഗ്രസ്സുകാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്നതുകൊണ്ട്. പക്ഷേ ധർമ്മടത്ത് എന്താ സ്ഥിതി? ധർമ്മടത്തും വലിയ ിനിടയിലൂടെ നടന്ന ബ്രണ്ടൻ കോളേജിനെ കുറിച്ച് മുരളീധരൻ ഇറങ്ങിയപ്പോ രമേശ് ചെന്നിത്തലയ്ക്കെതിരായിട്ട് ആരാ സ്ഥാനാർത്ഥി? വിജയനെതിരായിട്ട് ആരാ സ്ഥാനാർത്ഥി? ഇവര് തമ്മിലല്ലേ ഡീല്? BJP അല്ല ഡീലിന്റെ ആളുകള്. ശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കുന്ന പാർട്ടിയാണ് ദേശീയ ജനാധിപത്യ സഖ്യം. ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം കാഴ്ചവെക്കുന്ന തുടർച്ച ഉണ്ടാകാതിരിക്കാനല്ല കോൺഗ്രസിന്റെ താല്പര്യം. നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടിയാണ് ശക്തൻ. ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടിയെ മുഖ്യശത്രുവായിട്ട് പ്രഖ്യാപിച്ച് ആ പാർട്ടിയെ തോൽപ്പിക്കാൻ ബാക്കി എല്ലാവരും കൂട്ടമടക്കമുള്ള നിരവധി മണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും സ്ഥാനാർത്ഥികൾ വിജയശ്രീലാളിതരായിട്ട് വരുമെന്ന് ഇത് കണ്ടിട്ട് പല മാധ്യമങ്ങളും പലതും പറയുന്നുണ്ട്. ഒത്തുകളി, BJP എന്ന് പറഞ്ഞാൽ എന്താ? ഈ സംസ്ഥാനത്ത് 17% ജനങ്ങളുടെ പിന്തുണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടിയ പാർട്ടിയാണ്. ഈ 17% ജനങ്ങൾ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്തും ആരെയും എങ്ങനെയും മുദ്ര വെറുക്കപ്പെട്ടവരുടെ പാർട്ടി എന്ന് വിളിക്കാൻ അതിനുള്ള അധികാരം ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകനും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ ഒരു സർവേ പിണറായി വിജയനെ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞ ആളുകളാണ് ഈ ചാനലുകാർ. എന്താ ഫലം വന്നപ്പോ കിട്ടിയത്? പിണറായി വിജയന്റെ പാർട്ടിക്ക് കിട്ടിയത് ഈ രാജ്യത്ത് 2% വോട്ട്, കിട്ടിയത് 44% വോട്ട്.
അപ്പൊ ഇവരെവിടെയാ ഈ സർവേ? എന്താ ഇതിൻ്റെ കാരണം ഒക്കെ നമുക്കറിയാം. കാരണം കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ പത്രങ്ങളിൽ, നമ്മുടെ ചാനലുകളിൽ, ആ ചാനൽ അപ്പോ അങ്ങനെ പിണറായി വിജയന്റെ പരസ്യം അത് ജനങ്ങളുടെ വിധിയാണ്, ജനങ്ങളുടെ അഭിപ്രായമാണ് എന്ന് ജനങ്ങളുടെ അഭിപ്രായമല്ല എന്ന് കെ സുരേന്ദ്രൻ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോ, ജയിലിൽ നിന്ന് പുറത്തു വന്ന് ആദ്യം പോയത് അയ്യപ്പന്റെ മൂലസ്ഥാനമായിട്ടുള്ള പന്തളത്തെ ക്ഷേത്രത്തിലാണ്. അത് കഴിഞ്ഞു പോയത് ചങ്ങനാശ്ശേരിയിൽ ശ്രീ സുകുമാരൻ നായരുടെ വസതിയിലാണ്. രാത്രി 10 മണിക്ക് 11 മണിക്ക് അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു സുരേന്ദ്രൻ വരുന്നത്. അദ്ദേഹം ഒരു നേതാവായിട്ട് സ്വാഗതം ഓതാൻ തലപ്പൊലിയും കൂട്ടും കുരവിയായിട്ടൊന്നും കാത്തുനിന്നില്ല. അദ്ദേഹം ഒരു മുതിർന്ന കാരണവരെ പോലെ അദ്ദേഹം കാത്തുനിന്നു. അദ്ദേഹം ചോദിച്ചു, രാത്രി ഇത്രയും ലേറ്റായി, കഞ്ഞിയൊക്കെ കുടിച്ചോ? രാത്രി ഭക്ഷണം വല്ലതും കഴിച്ചിട്ടാണ് വരുന്നത്. ആ കരുതലാണ് അദ്ദേഹം സുരേന്ദ്രനോട് കാണിക്കുന്നത്. സുരേന്ദ്രൻ എന്നുള്ള വ്യക്തിയോടല്ല, ഈ നാട്ടിലെ വിശ്വാസികളോടുള്ള കരുതലാണ് അത് കാണിച്ചത്. നമുക്കറിയാം, നമ്മുടെ സ്ഥാനാർത്ഥി പ്രിയങ്കരിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം കിടന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ വിശ്വാസികളുടെ പ്രതിനിധിയായിട്ട് സമരം ചെയ്ത 100 കണക്കിന് ആളുകൾ, അവരോടുള്ള കരുതൽ. ആ NSSനെ തെറി പറഞ്ഞ് നിശബ്ദരാക്കാം എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള വെള്ളം വാങ്ങി വെച്ചാൽ മതി. അത്രേ ഞാൻ ഈ വേദിയിൽ നിന്ന് പറയുന്നത്. അതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. എന്താ ഈ സർക്കാരിന്റെ പിണറായി വിജയന്റെ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ ഭരണം, ഈ ഭരണത്തെ കുറിച്ച് പറയുന്നത് ജനക്ഷേമ പദ്ധതികളാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര. എന്താ ജനക്ഷേമ പദ്ധതി? കിറ്റ് കൊടുത്തു എല്ലാവർക്കും. കോവിഡ് കാലത്ത് കിറ്റ് കൊടുത്തു. പക്ഷെ കിറ്റ് കൊടുത്തത് പിണറായിയാണ്. എല്ലാ സ്ഥലത്തും CPM-കാർ പ്രചരിപ്പിക്കുന്നത് അതാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കടകംപള്ളി ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നല്ലോ, കിറ്റിലാക്കി കൊടുത്ത എല്ലാ സാധനവും ക്ലിഫ് ഹൗസിൽ ഉണ്ട് കൃഷി നടത്തിക്കൊണ്ടുവന്നാണ്. ഒന്ന് കടകംപള്ളി ഒന്ന് ചോദിക്കട്ടെ, ക്ലിഫ് ഹൗസിൽ കൃഷി നടത്തിയിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഈ രാജ്യം മുഴുവൻ, ഈ സംസ്ഥാനം മുഴുവൻ കിറ്റിലാക്കി കൊടുത്തത്? അതോ കേന്ദ്ര സർക്കാർ തന്നതാണോ? ഞാൻ ഇവിടെ വരുമ്പോ ഞാൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസ്താവന വായിച്ചിട്ട് ഞാൻ കേന്ദ്ര സർക്കാരിന് ധനകാര്യ വകുപ്പിലൊന്ന് അന്വേഷിച്ചു. മുഖ്യമന്ത്രി പറയുന്നത് എന്താ? ഞങ്ങളാണ് കിറ്റ് കൊടുത്തത്. കഴിഞ്ഞ ദിവസം നമ്മുടെ പാർട്ടി അധ്യക്ഷൻ പറഞ്ഞു, പിണറായി കൊടുത്ത കിറ്റ് കേന്ദ്രം തന്നതാണ്. പിണറായി മറുപടി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സംസ്ഥാനത്ത് എന്താ കൊടുക്കാതിരുന്നതെന്നാണ്. ഞങ്ങൾ മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ എന്നാണ്. ഞാൻ അതിന്റെ കണക്കെടുപ്പിച്ചു. ഓരോ സംസ്ഥാനത്തും കൊടുത്തതിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഓരോ സംസ്ഥാനത്തെ കണക്ക് ഇപ്പൊ വായിക്കുന്നില്ല. ഞാൻ കേരളത്തിൽ കേന്ദ്ര സർക്കാർ ഏപ്രിൽ മുതൽ നവംബർ വരെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന, ആ യോജനയുടെ ഭാഗമായിട്ട് രാജ്യത്ത് മഹാമാരി മൂലം പട്ടിണി മരണം ഉണ്ടാകാതിരിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ്. ആ പദ്ധതി വഴി കേരളത്തിലേക്ക് അയച്ച ഭക്ഷ്യധാന്യങ്ങളുടെ കണക്ക് ഞാൻ വായിക്കാം. 5,87,791 മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങൾ. അത്രയും ഭക്ഷ്യധാന്യങ്ങളാണ്
1.5 കോടി ഗുണഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ ഏൽപ്പിച്ചത് വിതരണം ചെയ്യാൻ. പിണറായി വിജയൻ ക്ലിപ്പ് ഹൗസിൽ ഉണ്ടാക്കി കൊണ്ടുവന്നതല്ല, നരേന്ദ്രമോദി കൊടുത്തയച്ചത് വിതരണം ചെയ്യാനുള്ള ഉത്തരവാദിത്വമാണ് പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. ഇത് മാത്രമല്ല, 27,956 മെട്രിക് ടണ്ണിന്റെ പയർവർഗ്ഗങ്ങൾ 36 ലക്ഷം ഗുണഭോക്താക്കൾക്ക് വേണ്ടിയിട്ട്. മാത്രമല്ല, ഈ സർക്കാർ കോവിഡ് കാലത്ത് എന്താ പറഞ്ഞത്? ഞങ്ങള് അന്യസംസ്ഥാന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ, അതാണ് പുതിയ വാക്ക്. അന്യസംസ്ഥാന തൊഴിലാളി എന്നൊക്കെയാണ് നമ്മളൊക്കെ പറയാം. അതിഥി തൊഴിലാളികൾക്ക് സംരക്ഷണം, അവരെ എല്ലാവരെയും സംരക്ഷിക്കാനുള്ള നടപടി ഈ സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട്. ഏത് സർക്കാർ? പിണറായിയുടെ സർക്കാരാണോ? 2142 മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങൾ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കേന്ദ്രം പ്രത്യേകമായിട്ട് കേരളത്തിന് നൽകി. അത് വിതരണം ചെയ്തിട്ട് പറയാ ഞാനാണ് ഇതൊക്കെ കൊടുക്കുന്നത്. നാണമില്ലേ? കേന്ദ്ര സർക്കാർ അയക്കുന്ന വസ്തുക്കൾ വിതരണം ചെയ്തിട്ട് അത് മുഴുവൻ ഞാനാണ് കൊടുക്കുന്നത്. എന്നിട്ട് എന്താ പ്രചരണം? അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇതൊന്നും ഇല്ലല്ലോ എന്നാണ്. എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതൊക്കെ കിട്ടി. പക്ഷേ ഈ അല്പന്മാരായിട്ടുള്ള ആളുകൾ ഭരണത്തിലുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമായിപ്പോയി. ഈ CPM-കാരെ പോലെ അല്പന്മാരല്ലാത്തത് കൊണ്ട് ബാക്കി സംസ്ഥാനക്കാര് സ്വന്തം പടം വെച്ച് കിറ്റുണ്ടാക്കിയിട്ട് കേന്ദ്രം നൽകുന്ന ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങൾക്ക് വിതരണം ചെയ്തില്ല. കേരളത്തിലെ ഈ CPM-ന്റെയും ഈ സർക്കാരിന്റെയും അല്പത്തരം കേന്ദ്രം നൽകുന്ന വസ്തുക്കൾ, ഭക്ഷ്യധാന്യങ്ങൾ, ആ ഭക്ഷ്യധാന്യങ്ങൾ സ്വന്തം പടം വെച്ച് കിറ്റുണ്ടാക്കി വിതരണം ചെയ്ത് ഇതൊക്കെ ഞങ്ങൾ നൽകുന്നതാണ് എന്ന് കേരളത്തിലെ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചാൽ, കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിയുള്ളവരാണ്, കേരളത്തിലെ ജനങ്ങൾ കാര്യവിവരമുള്ളവരാണ്, കേരളത്തിലെ ജനങ്ങൾ അക്ഷരാഭ്യാസമുള്ളവരാണ്, കേരളത്തിലെ ജനങ്ങൾ ലോകവിവരമുള്ളവരാണ്, കേരളത്തിലെ ജനങ്ങൾ കേരളത്തിന് പുറത്ത് നടക്കുന്നത് എന്താണെന്ന് ഉൾപ്പെടെ അറിയുന്നവരാണ് എന്ന് തിരിച്ചറിയണം എന്നാണ് എനിക്ക് പിണറായി വിജയനോട് പറയാനുള്ളത്. പിന്നെ ഒന്ന് മാർക്സിസ്റ്റുകാർ പറയുന്നത്, CPM-കാർ പറയുന്നത് പിണറായി വിജയന്റെ പേര് ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തും. അക്കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം ബാക്കി പല കാര്യങ്ങളിലും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം എന്താ വെച്ചാൽ, ഈ രാജ്യത്ത് ആരെങ്കിലും നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കള്ളക്കടത്ത് നടത്തുന്ന ഒരു ഓഫീസായിട്ട് മാറിയ ചരിത്രം ഈ രാജ്യത്ത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചരിത്രത്താളുകൾ രേഖപ്പെടുത്താതെ പറ്റുമോ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ അറബിക്കടൽ വിൽക്കാൻ പറ്റും? അറബിക്കടൽ വിൽക്കാൻ പറ്റുമെന്ന് ആദ്യമായിട്ട് ലോകത്ത് കണ്ടുപിടിച്ച ആള് ശ്രീമാൻ പിണറായി വിജയനും സർക്കാരും അല്ലേ? ചരിത്രത്താളുകൾ രേഖപ്പെടുത്താതിരിക്കാൻ പറ്റുമോ? അപ്പോ അക്കാര്യത്തിൽ എനിക്ക് ഒരു വിയോജിപ്പില്ല. അതുകൊണ്ട് പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോ ഇദ്ദേഹം പറയുന്നത്, ഇപ്പൊ ശബരിമല എന്തായി എന്ന് പിണറായിയോട് ചോദിച്ചാൽ പറയാ എന്താണ് മറുപടി? കേന്ദ്ര ഏജൻസി എന്നെ വരട്ടണ്ട എന്നാണ്. കേന്ദ്ര ഏജൻസി വരട്ടുണ്ടോ എന്ന് ആരും ചോദിച്ചിട്ടില്ല. ചോദിക്കുന്നത് ശബരിമലയുടെ എന്താ സഖാവേ നിലപാട്? കടകംപള്ളി പറയുന്നതിനോടാണോ യോജിക്കുന്നത്? സീതാറാം യെച്ചൂരി പറയുന്നതാണോ യോജിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ മറുപടി പറയുന്നത് കേന്ദ്ര ഏജൻസി എന്നെ വരട്ടെന്നാണ്. എന്തിനാ കേന്ദ്ര ഏജൻസി നിങ്ങൾ വിരളുന്നത് കൊണ്ടല്ലേ? ഈ വിരളാൻ മാത്രം എന്തോ കുഴപ്പം കാണിച്ചത് കൊണ്ടല്ലേ ഈ കേന്ദ്ര ഏജൻസി ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ അത് വിരട്ടലാണെന്ന് തോന്നുന്നത്? കേന്ദ്ര ഏജൻസികൾ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് BJP ഗവൺമെന്റ് വന്നതിന് ശേഷം ഉണ്ടാക്കിയ സ്ഥാപനമല്ല. ഈ രാജ്യത്ത് ഭരണം നടത്തിയിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാരുകൾ, ഏത് സർക്കാരാണെങ്കിലും ശരി, അതിൽ CPI-ക്കാരടക്കം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. CPI-ക്കാർ കേന്ദ്രത്തിൽ ഭരണത്തിലുണ്ടായിരുന്നല്ലോ. മാർക്സിസ്റ്റുകാർ കേന്ദ്ര സർക്കാരിനെ 2004-ലെ UPA സർക്കാരിനെ CPM-കാർ പിന്തുണച്ചതാണ്. അന്ന് എന്നാ പിന്നെ നിങ്ങൾക്ക് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സാധനം പൂട്ടിയിട്ട് അതിന്റെ തലവനായിട്ടുള്ള ആളോട് വിട്ടുപോകാൻ പറയായിരുന്നില്ലേ? നിങ്ങൾ എന്താ പറയാതിരുന്നത്?
അപ്പൊ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഏജൻസി കേന്ദ്ര സർക്കാരിന്റെ കുറ്റാന്വേഷണ ഏജൻസിയാണ്. അപ്പോ ആ ഏജൻസി അന്വേഷണം നടത്തുമ്പോ ഇപ്പോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരായിട്ട് ക്രൈംബ്രാഞ്ച് കേസ് എടുത്തിരിക്കുക. നല്ല തമാശയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു സിനിമ ഡയലോഗാണ്. ഈ ഉള്ളിൽ കുറ്റബോധമുള്ളപ്പോൾ ചെയ്യുന്നതെല്ലാം യാന്ത്രികമാകും എന്ന് പണ്ടേ ഒരു ഡയലോഗിൽ ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സിനിമയെ പറഞ്ഞ് ഞാൻ സിനിമയുടെ കഥയിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് ഈ നടക്കുന്നതെല്ലാം ഈ കുറ്റബോധം തോന്നുമ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ തോന്നും. അതുകൊണ്ട് പിണറായി വിജയന്റെ ഉള്ളിലെ കുറ്റബോധം അതാണ് ഇത്തരത്തിലുള്ള വിചിത്രമായിട്ടുള്ള നടപടികൾക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരെങ്കിലും നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും നടപടിയെടുത്തു എന്നിരിക്കട്ടെ, കോടതിയിൽ അതേ ദിവസം ചോദ്യം ചെയ്യൽ, അതേ ദിവസം അതിനെതിരായിട്ട് വേണ്ട നടപടികൾ കൈക്കൊള്ളാലോ. ഇപ്പോ ജയിലിൽ നിന്ന് ഒരു പ്രതി കത്തെഴുതിയെന്നാ പറഞ്ഞത്. നിർബന്ധിച്ച് എന്നെ കൊണ്ട് മുഖ്യമന്ത്രിയുടെയും കൂട്ടാളികളുടെയും പേര് പറയിപ്പിച്ചു. ഇയാള് 6 മാസമായിട്ട് ജയിലായിരുന്നു അല്ലല്ലോ. പലതവണ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അന്നൊക്കെ മജിസ്ട്രേറ്റുമാർ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രയും കാലം എന്താ പറയാതിരുന്നത്? ഇത്രയും കാലം എന്താ മിണ്ടാട്ടം ഇല്ലാതിരുന്നത്? അപ്പൊ ഇപ്പോ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായിട്ട് അവർക്കെതിരായിട്ട് ഉൾപ്പെടെ അന്വേഷണം നീങ്ങുമെന്നുള്ള ആശങ്ക വരുമ്പോ ജയിലിൽ നിന്ന് കത്തെഴുതിപ്പിക്കൽ. ആ പോലീസുകാരി പാവം കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുന്നത് ഞാൻ കേട്ടു. കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കാൻ ഇവിടെ വിളിച്ചിരിക്കല്ലേ? കേന്ദ്ര ഏജൻസിക്ക് വേറെ ചോദ്യം ചെയ്യുന്ന സ്ഥലത്ത് കാവല് നിൽക്കാൻ വേറെ ആരെയും കിട്ടാത്തത് കൊണ്ടാണോ? ആ ചേച്ചി പോകുന്ന വയ്യാവേലി എന്തിനെടുത്ത് തലയിൽ വെക്കുന്നുണ്ട് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരു പോലീസുകാരിയുടെ മൊഴിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോ നമ്മുടെ വേറൊരു വലിയ നേതാവ് അദ്ദേഹം പറയുന്നത് തന്നെ പൊതുരംഗത്ത് നിന്ന് മാറ്റി നിർത്താൻ കേന്ദ്രം ഒരുക്കിയ കെണിയാണ് മകനെതിരായിട്ടുള്ള കേസ്. ആരാ പൊതുരംഗത്ത് നിന്ന് നിങ്ങൾ മാറ്റിയത്? കേന്ദ്ര സർക്കാരല്ല, മാറ്റിയത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ പറഞ്ഞു നിങ്ങൾ കുഴപ്പമെന്തോ കാണിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്, അതുകൊണ്ട് നിങ്ങൾ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം. പക്ഷെ പുറത്തു പറഞ്ഞ എന്താ? എന്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്, എന്റെ മകനെതിരായിട്ടുള്ള കേസ് കൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴെങ്കിലും പറഞ്ഞത്, സത്യം തുറന്നു പറഞ്ഞതിന് ഞാൻ കോടിയേരി ബാലകൃഷ്ണനെ അഭിനന്ദിക്കുകയാണ്. പക്ഷേ അതിന് ഉത്തരവാദി കേന്ദ്രമല്ല, അതിന് ഉത്തരവാദി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ട് എന്ന് സംശയം നിങ്ങളുടെ തന്നെ നേതാവായിട്ടുള്ള ശ്രീമാൻ പിണറായി വിജയനാണ്. ആ സംശയം നിങ്ങൾ തമ്മിൽ തീർത്തു കൊടുക്കുക. ആ തീർത്തു കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീരും. ഇപ്പൊ മാത്രമല്ല, ഇപ്പൊ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഈ കേസൊക്കെ ആവിയായി പോയി. പ്രതിപക്ഷ നേതാവിന് പല സ്വപ്നങ്ങളാണ്. പ്രതിപക്ഷ നേതാവിന്റെ ഏറ്റവും വലിയ പരാതി, കഴിഞ്ഞ ദിവസം അമിത്ഷാജി ഇവിടെ വന്ന് പ്രസംഗിച്ചു പോയപ്പോ പ്രതിപക്ഷ നേതാവിന്റെ ഒറ്റ കരച്ചിലായിരുന്നു, നിങ്ങൾ വന്നിട്ട് എന്താ രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കാത്തതെന്നാണ്. ഇതിന് ഏതെങ്കിലും ഒരു നേതാവ് തന്റെ നേതാവിനെ പ്രതിപക്ഷത്തെ അപ്പുറത്തെ പാർട്ടിയുടെ നേതാവ് ചീത്ത വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയെ അമിത്ഷാ വന്നിട്ട് ഒരക്ഷരം രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കണ്ടെത്തലായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എങ്ങനെയാണ് കേസ് അന്വേഷിക്കുക? എത്ര കാലമെടുത്തിട്ടാണ് പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക? സംശയമുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല അടിയന്തരമായിട്ട് പോകേണ്ടത് ഒരു സ്ഥലമുണ്ട്, പി ചിദംബരം. പി ചിദംബരത്തിനെതിരായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസുണ്ട്. ചിദംബരം പറഞ്ഞിട്ടില്ല, കേസൊക്കെ ആവിയായി പോയി. ചിദംബരം ഇപ്പോൾ ഓരോ ദിവസവും പേടിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. എന്നാണ് വീണ്ടും അകത്ത് പോകേണ്ടി വരിക? കർണാടകത്തില് DK ശിവകുമാർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ വലിയ നേതാവുണ്ട്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിട്ടുണ്ട്. കാരണം 500 കോടിയുടെ കള്ളപ്പണം പിടിച്ചു കഴിഞ്ഞാൽ എൻഫോഴ്സ്മെന്റിന് കേസെടുക്കാതിരിക്കാൻ പറ്റുമോ? രമേശ് ചെന്നിത്തലയ്ക്ക് സംശയം ഉണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിക്കുക. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 5 കൊല്ലക്കാലത്തെ സർക്കാരിന്റെ ഭരണത്തിന്റെ വിലയിരുത്തലായിരിക്കണം. വിശ്വാസികളെ കുരുതി കൊടുത്ത ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന സർക്കാർ, ആ സർക്കാർ വേണോ ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന
കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ദേവസ്വം മന്ത്രിക്ക് നമ്മൾ പിന്തുണ കൊടുക്കണോ, അതോ ഈ നാട്ടിലെ വിശ്വാസികളോടൊപ്പം നിന്ന് ഈ നാട്ടിലെ അമ്മമാരുടെ കണ്ണീരൊപ്പാൻ നമ്മളോടൊപ്പം നിന്ന നമ്മുടെ സഹോദരിയായിട്ടുള്ള ശോഭ സുരേന്ദ്രൻ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കണോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. കോൺഗ്രസ്സുകാർ പറയുന്നത് 5 കൊല്ലം ഇവർ ഭരിച്ചു, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു, ഒന്നും ശരിയായില്ല, അതുകൊണ്ട് ഇനി ഞങ്ങൾ ശരിയാക്കിക്കോളാം. നിങ്ങളെ ശരിയാക്കാൻ ഏൽപ്പിച്ച എന്തായിരിക്കും സ്ഥിതി നമ്മൾ കണ്ടതല്ലേ. നിങ്ങളുടെ സോളാർ കേസും നിങ്ങളുടെ ബാർക്കോഴയും ഇതെല്ലാം കണ്ടിട്ട് മടുത്തിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ മാറ്റിയിട്ട് പകരം ഇപ്പുറം കൊടുത്തത്. നിങ്ങൾ സോളാർ വിറ്റ് വെട്ടിപ്പ് നടത്തിയെങ്കിൽ ഇവിടെ വേറൊരാൾക്കാർ അറബിക്കടൽ വിറ്റിട്ട് വെട്ടിപ്പ് നടത്തുന്നു. ഒരു കൂട്ടർ സൂര്യന്റെ ഊർജം വിറ്റിട്ട് വെട്ടിപ്പ് നടത്തുമ്പോ വേറൊരു കൂട്ടർ ആഴക്കടലിലെ വെള്ളം വിറ്റിട്ട് ആഴക്കടൽ വിറ്റിട്ട് വെട്ടിപ്പ് നടത്തുന്നു. 2 കൂട്ടരും വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് അതിനെതിരായിട്ട് ഒരു ബദൽ സംവിധാനം ഈ സംസ്ഥാനത്ത് ഉയർന്നു വരണം. അതുകൊണ്ടാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുന്നത്. ഇപ്പോൾ പാർലമെന്റ് നടക്കുന്ന സമയമാണ്. എല്ലാ ആഴ്ചയും ശനിയും ഞായറും പാർലമെന്റ് അവധിയുള്ള ദിവസങ്ങളിൽ ഞാൻ തിരുവനന്തപുരത്ത് വരാറുണ്ട്, കഴക്കൂട്ടത്ത് വരാറുണ്ട്, ബാക്കി പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴും എന്റെ മനസ്സിൽ ഒരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു, ആര് കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയാവും? കഴിഞ്ഞ ശനി ഞായറും ഞാൻ ഇവിടുത്തെ പാർട്ടിയുടെ അകത്തും പാർട്ടിക്ക് പുറത്തും ഒക്കെയുള്ള നിരവധി ആളുകളോട് ചോദിച്ചു. മറ്റെല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, എന്താ കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത്? പലരും മാധ്യമ പ്രവർത്തകർ ചോദിച്ചു, ബാക്കിയുള്ളവർ ചോദിച്ചു. കഴിഞ്ഞ തവണ 7000-ൽ നിന്ന് 42,000 ശിഷ്ടം വോട്ട് ലഭിച്ച മണ്ഡലമാണിത്. 42,000, 43,000 ഈ മണ്ഡലത്തിലെ വോട്ടർമാർ. അവരുടെ പ്രതീക്ഷയാണ് ഭാരതീയ ജനതാ പാർട്ടി, അവരുടെ പ്രതീക്ഷയാണ് ദേശീയ ജനാധിപത്യ സഖ്യം. അവർ അനാഥരാവരുത് എന്ന് ഈ മണ്ഡലത്തിന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. വ്യക്തിപരമായിട്ട് മത്സരിക്കണോ വേണ്ടിയോ എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, വ്യക്തിപരമായിട്ടൊരു നിലപാട് ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കെടുക്കാൻ താല്പര്യമില്ല. പാർട്ടി എടുക്കുന്ന ഏത് തീരുമാനവും ഞാൻ ശിരസ വഹിക്കും. പാർട്ടി പറഞ്ഞു, നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന ജോലി തുടർന്ന് ചെയ്യുക, പക്ഷേ പകരം ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ കണ്ടെത്തണം, ആ മണ്ഡലത്തിന് അനുയോജ്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി. കഴിഞ്ഞ ആഴ്ച വരെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്, എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും മുന്നിൽ വലിയ ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു, ആര് മത്സരിക്കും? പക്ഷെ ഇന്ന് ആ സാഹചര്യം മാറിയിരിക്കുന്നു എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയതും ഈ കഴക്കൂട്ടം മണ്ഡലത്തിലെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതും. കഴിഞ്ഞ തവണ 43,000-ൽ എത്തിച്ച വോട്ട്, ആ 43,000 വോട്ടർമാരിൽ നിന്ന് അവിടെ നിന്ന് മുന്നോട്ടേക്കുള്ള യാത്ര, ആ യാത്ര സുദീരം മുന്നോട്ടേക്ക് നയിക്കാൻ കെൽപ്പുള്ള ഒരു സ്ഥാനാർത്ഥി കഴക്കൂട്ടം മണ്ഡലത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമുക്കേവർക്കും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഞാൻ വ്യക്തിപരമായിട്ട് ശോഭാ സുരേന്ദ്രന് നന്ദി പറയാം. കാരണം അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നുള്ള നിലപാട് മാറ്റി കഴക്കൂട്ടത്ത് മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞതിന്, ഈ മണ്ഡലത്തിലെ 40,000-ലധികം വരുന്ന വോട്ടർമാർക്ക് അവരുടെ മുന്നിൽ പ്രതീക്ഷയുടെ തിരുനാളമായിട്ട് വന്നതിന്, മാധ്യമങ്ങള് ചില ആൾക്കാരൊക്കെ പറഞ്ഞു, എന്താ മുരളീധരനാണ് തടസ്സം ഉണ്ടാക്കി. മുരളീധരൻ സമ്മതിച്ചിട്ടില്ല. മുരളീധരൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് ഈ വേദിയിൽ ഞാൻ നിൽക്കില്ല. ഈ വേദിയിൽ നിൽക്കുന്നത് കഴക്കൂട്ടത്തെ എന്നെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ, ഞാൻ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ, അവരോടൊരു കടപ്പാടുണ്ട് എന്നെനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കഴക്കൂട്ടത്തെ ജനങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്,
ഞാൻ ഇപ്പോഴും താമസിക്കുന്നത് ഉള്ളൂരാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു MLA-യും ഉണ്ടാകും, ഒരു കേന്ദ്രമന്ത്രിയും ഉണ്ടാകും എന്ന് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേന്ദ്രമന്ത്രി സ്ഥാനം പ്രധാനമന്ത്രി തീരുമാനിക്കുന്നത് വരെ ഞാൻ MP ആയിട്ടുണ്ട്. അതിനെനിക്കിനിയും 3 കൊല്ലം ബാക്കിയുണ്ട്. പാർട്ടി തരുന്ന ഏത് ചുമതലയും ആ ചുമതല നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു പാർട്ടി പ്രവർത്തകന്റെ ഉത്തരവാദിത്വം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ അതുകൊണ്ടാണ് എന്റെ പ്രസംഗത്തിൽ ഇത്രയും നേരം ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ഒന്നും പറയാതിരുന്നത്. കാരണം നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും വർഷത്തെ പൊതുപ്രവർത്തനത്തിൽ സജീവമായിട്ട് നിൽക്കുന്ന കേരളത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ശോഭാ സുരേന്ദ്രനെ അവര് ഭാരവാഹിയായിരുന്നു, അവർ ഇന്ന സമരം നടത്തി, ആ സമരം നടത്തി, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ പാർട്ടി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് 6 വർഷക്കാലം ഭാരതീയ ജനതാ മഹിളാ മോർച്ചയുടെ അധ്യക്ഷ എന്നുള്ള നിലയിൽ കേരളത്തിലെ സ്ത്രീ ശക്തിയെ സംഘടിപ്പിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ നിങ്ങൾക്കെല്ലാവർക്കും എനിക്കുള്ള അത്രയും തന്നെ പരിചയം നിങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ള ഒരാൾ കഴക്കൂട്ടത്തിന്റെ ശബ്ദമായിട്ട് മാറാൻ, കേരളത്തില് കഴക്കൂട്ടം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിന്റെ ഭാഗമാണ്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷന്റെ ഭാഗമാണ്. പക്ഷേ കോർപ്പറേഷന്റെ ഭാഗമായിട്ടും നമുക്ക് ഉൾപ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് തിരുവനന്തപുരം നഗരമാണോ എന്ന് പോലും സംശയിക്കേണ്ടി വരുന്ന പ്രദേശങ്ങൾ. റോഡുകളുടെ കാര്യം, കുടിവെള്ളത്തിന്റെ കാര്യം, വീടുകളുടെ കാര്യം, നിരവധി വീടുകൾ ഇപ്പോഴും വീടില്ലാത്ത ആളുകളുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മുടെ ആറ്റിപ്പുറയിൽ വലിയ സമരം നടന്നത്. മാസങ്ങൾക്ക് മുമ്പ് ഈ നമ്മുടെ കരിക്കകത്തെ കോളനിയിലെ ആളുകൾ 1.5 സെന്റ് അല്ലേ, 2.5, ഇങ്ങനെയുള്ള നിരവധി സ്ഥലങ്ങളിൽ വളരെ വിഷമത്തോട് കൂടിയിട്ട് വിഷമകരമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. അവരുടെ വിഷമം ഒപ്പാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ, അതിനു വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം കഴക്കൂട്ടത്തെ ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധി, അങ്ങനെ ഒരു ജനപ്രതിനിധി, ആ ജനപ്രതിനിധിയായിരിക്കും ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ വിജയം, ആ ശോഭാ സുരേന്ദ്രന്റെ വിജയം അത് ഈ കഴക്കൂട്ടത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, വികസനത്തിന് വേണ്ടിയിട്ട് ഉള്ള വോട്ടായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടുകൂടി, കഴിഞ്ഞ തവണ BJP തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ 3 തവണ MLA ആയിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ്, മുൻ MLA ആയിട്ടുള്ള CPM നേതാവ്, അങ്ങനെ ഒരാൾക്കെതിരായി, അങ്ങനെ 2 പേർക്കെതിരായിട്ടാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടത്. ഇന്ന് അതിനേക്കാൾ എത്രയോ ആത്മവിശ്വാസത്തോടുകൂടി, അതിനേക്കാൾ എത്രയോ ഉറപ്പോടുകൂടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഈ മണ്ഡലത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകർക്ക് സാധിക്കും എന്ന് എനിക്ക് ഒരു സംശയമില്ല. അതുകൊണ്ട് വരാനിരിക്കുന്ന 15 ദിവസങ്ങൾ, ആ 15 ദിവസങ്ങളിലെ ദിനരാത്രങ്ങളിലെ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ആ നിമിഷങ്ങൾ വിയർപ്പൊഴുക്കിക്കൊണ്ട്, അധ്വാനിച്ചുകൊണ്ട് വരും ദിവസങ്ങളിൽ ഓരോ വോട്ടും ശോഭാ സുരേന്ദ്രൻ അനുകൂലമായിട്ട് താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അക്ഷീണ യത്നം, ആ യത്നമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സ്നേഹിക്കുന്ന, ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളും നടത്തേണ്ടത് എന്നവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട്
ഈ കൺവെൻഷന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.